പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുകയാണ്. ഇറാനിലെ ടെഹ്റാന് സമീപം പയം വിമാനത്താവളത്തിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പേർഷ്യൻ ഭാഷയിൽ സന്ദേശമയച്ചു. അയൽ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ആക്രമണത്തിന് ഉപയോഗിക്കരുതെന്ന ഇസ്രയേലിന് ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം ലെബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ 40 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ഡ്രോൺ വെടിവെച്ചിട്ടെന്ന് ഹിസ്ബുല്ല അവകാശപ്പെടുകയും ചെയ്തു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസ് തത്സമയം ചേരുന്നു. ജെയിംസ്, പെട്ടെന്നൊരു അപ്ഡേറ്റ് എന്താണ് ഈ കാര്യത്തിൽ? SKN ഇപ്പോൾ വരുന്നത് ലെബനോനിൽ 40 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇന്നലെയാണ് 52 പേർ കൊല്ലപ്പെട്ടത് എന്ന് മാത്രമല്ല, അവിടേക്ക് കൂടുതലായിട്ട് ഈ കര യുദ്ധത്തിന് തയ്യാറായി ഇസ്രായേൽ സേന മുന്നേറുന്നു. സ്വാഭാവികമായിട്ടും ലെബനന്റെ ചില പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്തമായ ആക്രമണം നടക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ അടക്കം അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻ അടക്കം ആക്രമണത്തിലാണ്. എന്ന് മാത്രമല്ല, പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള, അല്ലെങ്കിൽ സുപ്രീം നേതാവിനെ, അവരുടെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗത്തിനിടയിലേക്ക് ഇസ്രായേലിന്റെ മിസൈൽ വന്ന് പതിച്ചതായിട്ട് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അവിടെ പുതിയ നേതൃത്വം, ഹാർട്ട്ലൈൻ നേതൃത്വത്തെ വധിച്ച് കളയുക എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളാണെന്ന് റിപ്പോർട്ട് വരുന്ന SKN. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനിലെ മൊസാദിന്റെയും CIA ഏജന്റുമാർ അവിടുത്തെ ഈ പ്രക്ഷോഭകരുമായിട്ടുള്ള ആൾക്കാരുമായി ചേർന്നുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നീക്കങ്ങൾ, കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിലെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു നീക്കം, ഈ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനിയെ വധിച്ചതിന് ഏറ്റവും ഉപകരിച്ചത് അവിടുത്തെ CCTV ദൃശ്യങ്ങളാണ്. CCTVയിലെ സ്പൈ ക്യാമറ അവർ ഇൻസ്റ്റാൾ ചെയ്യുകയും എവിടെയൊക്കെ ആരൊക്കെ മൂവ് ചെയ്യുന്നു അതൊക്കെ ഇസ്രായേലിന് ഇന്റലിജൻസ് വിവരം ലഭിക്കുകയും ചെയ്താണ് അവരെ അറ്റാക്ക് നടത്തിയത്. ആ തരത്തിലുള്ളൊരു ഓപ്പറേഷൻ ഇപ്പോഴും ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന പരിപാടി, 2 പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ, അതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പരാതി. SKN അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാനിൽ നടക്കുന്നു. ഇറാൻ തിരിച്ച് ഇസ്രായേലിൽ ആക്രമിക്കുന്നു. ഹെസ്ബുള്ളയുടെ റോക്കറ്റുകൾ, ഡ്രോണുകൾ ഇസ്രായേലിൽ ജെറൂസലം, ഹൈഫ തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തിയതും അത് തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഒപ്പം നിൽക്കുന്നില്ല. എന്ന് മാത്രമല്ല, SKN ഒരു വിശദീകരണമുള്ളത്, ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായി എന്നുള്ള ഇത് മധു കൊട്ടാരക്കർ റിപ്പോർട്ട് ചെയ്തു. അതിലെ ബ്രിട്ടന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്, ഞങ്ങള് ആദ്യം കൊടുക്കാത്തതിന് കാരണം ബ്രിട്ടൻ ഈ ആക്രമണത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഇറാനെ ആക്രമിക്കുന്നതിനെ എതിർത്തിരുന്നു. പക്ഷേ ആക്രമണം നടന്ന ശേഷം ഇറാൻ തങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഗൾഫ് അറബ് രാജ്യങ്ങൾക്ക് നേരെ ഒരു കാരണവുമില്ലാതെ, അവരാരും ആക്രമിച്ചവരല്ല, വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് തങ്ങളുടെ വിമാനത്താവളങ്ങൾ, സേനാ താവളങ്ങൾ വിട്ടുകൊടുത്തത് എന്നാണ് ബ്രിട്ടൻ പറയുന്നത്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാട് എടുത്തത് നേരിട്ട് ട്രംപ് വിളിച്ചതിന് ശേഷമാണ്. പക്ഷേ SKN സ്പെയിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഉത്തരവിടുകയും അത് പുറത്തേക്ക് വിടുകയും ചെയ്തു. ആ തരത്തിൽ യൂറോപ്പ് 2ആയി നിൽക്കുകയാണ്. ഒരു വിഭാഗം അമേരിക്ക അനുകൂലിക്കുന്നു, മറുവിഭാഗം എതിർക്കുകയും ചെയ്യുന്നു. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.